നിനക്ക് ആ ഹോസ്പിറ്റലിലെ നമ്പർ കിട്ടിയ സ്ഥിതിക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കടാ. എന്നിട്ട് ആർക്കാ പരിക്ക് പറ്റിയൊന്നൊന്നും അന്വേഷിക്കേ. ഈ ടെൻഷൻ ഇങ്ങനെ കൊണ്ടുവന്നാലേ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും അങ്കിളെ. ഞാൻ അതുകൊണ്ട് വിളിക്കാല്ലേ. ഹലോ, ഞാൻ വിളിച്ചത് ശബരിമലയിൽ ഒരു അപകടം നടന്നല്ലോ. കൊക്കയില് വീണ ഒരാള് ഹോസ്പിറ്റലിൽ ഉണ്ടെന്നറിഞ്ഞു. അയാൾക്ക് എങ്ങനെയുണ്ട്? വളരെ സീരിയസ് ആണ്. അയാൾ ആരാണെന്ന് വല്ല വിവരം കിട്ടിയോ? വ്യക്തമായിട്ടൊന്നും അറിയില്ല സർ. അയാളുടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയായിരുന്നു. അതിനകത്ത് സാഗർ എന്നാണ് പേര് കണ്ടത്. അത് ശരി. അപ്പം എനിക്ക് പരിചയമുള്ള ആളല്ല. ശരി സർ. എന്താടാ നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? എന്താ പറ. നിങ്ങളെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അവനാ, സാഗർ. അപ്പൊ കണ്ണനും മാർക്കോയും പോയി. പോയോ? അല്ലടാ, അല്ല ഈ സാഗറിനാണ് അപകടം പറ്റിയെങ്കിൽ കണ്ണനും മാർക്കുമാണ് മരിച്ചതെന്ന് പറയാൻ പറ്റുമോ? കണ്ണൻ അല്ലെങ്കിൽ മാർക്കോ, അവരിൽ ഒരാൾ മരിച്ചു. പക്ഷേ മറ്റേ ആൾ ഇനി ലോപ്പസ് ആണെങ്കിലോ? ഒയ്യോ, പറഞ്ഞ പോലെ ശരിയാണല്ലോ. മറ്റൊരുത്തനൂടി പോയ കാര്യം ഞാൻ ഓർത്തില്ല. അല്ല, അതില് സാഗറിന് നല്ല സീരിയസാ. റിസപ്ഷനിസ്റ്റിന്റെ പറച്ചിലെടുത്ത് അവനും തട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ നീ രക്ഷപ്പെട്ടു അല്ലേ? അതെ അതെ. എടാ, മരിച്ച രണ്ടുപേരില് കണ്ണൻ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. അത് മാത്രം പോരങ്ങളെ, ആ മാർക്കോയും മരിക്കണം. അവൻ ജീവനോടെ ഇരുന്ന നമ്മുടെ ആയുസിന് വലിയ ബലമൊന്നുമില്ല. എടാ, കണ്ണൻ മരിക്കുകയും മാർക്കോ ജീവനോടെ ഇരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഈ നാട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാം കേട്ടോ. എന്നിട്ട് മാർക്കോയും കൂടെ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി. ഇപ്പോഴും ആ ടെൻഷൻ അങ്ങോട്ട് ഒഴിഞ്ഞു പോയില്ലല്ലോ മകളെ. മാർക്കോ, ലോപ്പസ്, കണ്ണൻ, മൂന്നിൽ രണ്ടാരാണ്? അതേടാ, അതാണ് ഞാനും ആലോചിക്കുന്നത്.